2027 മഹാമാഘ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തിരുനാവായയിൽ ആരംഭിച്ചു. തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനത്തെ രാജരാജേശ്വരി ഘാട്ടിലാണ് 45 ദിവസങ്ങളായി ഉത്സവം നടക്കുക. ഇതിനായുള്ള ആലോചന യോഗം തിരുനാവായയിൽ നടന്നു. മകരസംക്രമം തൊട്ട് ശിവരാത്രി വരെയുള്ള 45 ദിവസങ്ങളിലായാണ് അടുത്ത വർഷം തിരുനാവായയിൽ കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവം നടക്കുക. മേളയുടെ ആദ്യ ആലോചനാ യോഗം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ നടന്നു. മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ സത് സ്വരൂപാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിവിധ സന്യാസി വിഭാഗങ്ങളിൽ നിന്നുള്ള സ്വാമിമാരും ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ സംഘടനകളെയും സന്യാസി സമൂഹങ്ങളെയും കുംഭമേളയുടെ ഭാഗമാക്കാൻ യോഗം തീരുമാനിച്ചു. 2028 മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായുള്ള ഉത്സവമാണ് ഈ വർഷം നടക്കുകയെന്നും കേരള സർക്കാർ കൂടുതൽ ഗൗരവത്തോടെ മേളയെ കാണണമെന്നും മഹാമണ്ഡലേശ്വർ പറഞ്ഞു. പ്രയാഗ്രാജിൽ എല്ലാ വർഷവും നടന്നു പോരുന്നത് പോലെ തന്നെയുള്ള പൂർണ്ണമായിട്ടുള്ള മാഘാചരണം വിപുലമായിട്ടുള്ള മാഘമേളയായി വിവിധ ആചാര്യ പരമ്പരകളെ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഭാരതത്തിലെ മുഴുവൻ ഋഷി പരമ്പരയുടെയും സാന്നിധ്യത്തോടു കൂടിയിട്ട് തിരുനാവായയിൽ കൊണ്ടാടാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് 2027 മാഘം, അത് മകരസംക്രാന്തി മുതൽ ശിവരാത്രി വരെയുള്ള ദിവസങ്ങളിൽ വിശേഷമായിട്ടുള്ള വിവിധമായിട്ടുള്ള ആചരണങ്ങളോടുകൂടി നടക്കും. വിവിധ അഖാഡകളുള്ള ആചാര്യ മഹാമണ്ഡലേശ്വരന്മാർ, ശങ്കരാചാര്യന്മാർ തുടങ്ങിയവരെല്ലാവരും തന്നെ, പിന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങൾ എല്ലാവരും മാഘത്തിന് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ പരമ്പരകളിലെ സന്യാസിമാരെ അടക്കം തിരുനാവായയിൽ എത്തിച്ച് ദേശീയ ശ്രദ്ധ നേടുന്ന തരത്തിൽ മഹാമാഘ മഹോത്സവം നടത്താനാണ് സംഘാടകരുടെ തീരുമാനം. അമൃത ന്യൂസ്, മലപ്പുറം.